എന്താ മോളെ? ഡോക്ടറെ വിളിക്ക്. എന്താ മോളെ? സാരമില്ല, ഇപ്പൊ ഡോക്ടർ വരും. വിഷമിക്കണ്ട, ഇപ്പൊ ഡോക്ടർ വരും. വേദന തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല പെയിനുണ്ടോ? നോക്കട്ടെ. അങ്ങനെ താനിപ്പോ പോണ്ട. എത്ര വൈകിയാലും ആ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് പോയാൽ മതി. സാർ, അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഫൈനൽ മാർക്കിംഗ് ജോസഫ് ചെയ്തോളും. ഇടോ, അങ്ങനെ വല്ലവനെ ഏൽപ്പിച്ചിട്ട് താൻ എടുക്കാനാവണ്ട. മര്യാദയ്ക്ക് പറഞ്ഞ പണി ചെയ്താൽ മതി. സാർ, സാറേ, ടെൻഷൻ ആവണ്ട. ഇതിപ്പോ തീർക്കാം. ഞങ്ങളില്ലേ കൂടെ. മോളെ, മോളെ, ഒന്നുമില്ല മോളെ. എടുത്തി ഒന്ന് പൂജയുടെ അമ്മയെ വിളിച്ച് വിവരം പറയൂ. അവിടെയോ? ഒരു മിനിറ്റ്. ഹലോ, ഞാനാ മാഡം, ക്ലാരമ്മ. എന്താ ക്ലാരമ്മേ? അത് മാഡം, ഞാൻ കുറച്ച് ദൂരെ ഇപ്പൊ ഉള്ളത്. എന്നാലും എത്രയും പെട്ടെന്ന് എത്താം. ദേ, മോളുടെ കൂടെ തന്നെ ഉണ്ടാവണേ ക്ലാരമ്മേ. ഓ ശരി മാഡം. മോളെ, ശിവ, എനിക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ വരെ പോണം. ഇതെല്ലാം ഒന്ന് ഡീൽ ചെയ്തേക്കണേ. ഓക്കെ എന്നാ. അബി, വേഗം വണ്ടി എടുക്ക. മോനെ, ഒന്ന് വേഗം വിടും മോനെ. മോളെ, മോളെ, പൂജ, ഒന്നുമില്ല, തനിക്കൊന്നുമില്ല. നമ്മളെവിടെയാ? നമ്മളിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എത്തും. ഒന്നും പേടിക്കണ്ട. അതെ, അതെ, എന്റെ കുഞ്ഞ്. എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്ന പൂജ? ഒരു കുഴപ്പമില്ല, ഞാനില്ലേ കൂടെ. ചേട്ടത്തി, കരയല്ലേ മോളെ, ഒന്നുമില്ല. നമ്മളിതേ എത്താറായി. അതെ, അതെ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റോ? മോളെ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അതെ പൂജ, മോനെ, ഒന്ന് വേഗം വിടും മോനെ. പൂജ, നമ്മളിപ്പോ എത്തും. അതെ. മോളെ, 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 മോളെ. ദത്തനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആദ്യം ഫോൺ എടുക്കുന്നില്ല. ടീച്ചർ, ഇവർക്ക് ഇതെന്ത് പറ്റിയോ? നമുക്കുടനെ ലേബർ റൂമിലേക്ക് മാറ്റാം. ബെല്ലുണ്ട്.
ആ മുത്തശ്ശി പറ മുത്തശ്ശി. ഹലോ ദത്ത, ദത്ത, ഹലോ. ആ പറ. ഹലോ ഹലോ റേഞ്ച് പോയോ? റേഞ്ച് പോയതായിരിക്കും. ഹലോ. ആ, ഹലോ മുത്തശ്ശി. അത് ശരി, 24 മണിക്കൂർ ഇവൻ എൻഗേജഡ് ആണല്ലോ. ശരിയാക്കി തരാം. ഹലോ, കേക്കാവോ ദത്ത? കേക്കാവോ? ആ ഇപ്പൊ കേക്കാം മുത്തശ്ശി, പറ. ഹലോ സാറേ ആ? സാറേ ഡേജിയാ. ഹലോ മോനെ, ആമിക്ക് പെയിൻ തുടങ്ങി കേട്ടോ. ഹലോ, കേക്കാവോ ദത്ത? സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ മോനെ, ആമിക്ക് പെയിൻ തുടങ്ങി. ആ മുത്തശ്ശി ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ. ആ, ഹലോ സാർ. താനവിടെ ആരോടാ കത്തി വെക്കുന്നേ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ആ, സോറി സാർ, വീട്ടിൽ നിന്നുള്ള അർജന്റ് കോളായിരുന്നു. ശ്ശോ, കട്ടായി പോയി, കേട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതൊന്നും. കഷ്ടം. തനിക്ക് വീട്ടുകാരോട് സൊള്ളാനാണോ സർക്കാർ ശമ്പളം തരുന്നേ? അല്ല സാർ, അത് അത്യാവശ്യമായിട്ടൊരു കാര്യം. എന്ത് അത്യാവശ്യമാണോ? ഓഫീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. അല്ല, എന്തായി ഞാൻ ഏൽപ്പിച്ച ജോലി? ആ അത് കഴിയാറായി. കഴിയാറായാ പോരാ, കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഫയലിന്റെ മുന്നിൽ എത്തണം. മനസ്സിലായോ? ആ ഓക്കെ സാർ. സോറി സാർ, ഞാൻ ഫോൺ തന്നില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും, പിന്നെ സീൻ മാറും. സാരമില്ലടോ, എനിക്കറിയാം സുനിലിനോട് പ്രതികാരം ചെയ്യാം. കിട്ടുന്നില്ലല്ലോ.